കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് പ്രാധാന്യം നൽകാത്ത ഉഗാണ്ടൻ സംസ്കാരവും സാമ്പത്തികമായും സാമൂഹികമായും നിലനിൽക്കുന്ന ധ്രുവീകരണവുമാണ് ഉഗാണ്ടയിലെ സഭ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. കഴിഞ്ഞ 3 വർഷങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ യുവജനങ്ങളെ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരും ദൈവാനുഭവങ്ങളുമുള്ളവരാക്കി തീർക്കാൻ രാജേഷിനും കുടുംബത്തിനും കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ യുവജനങ്ങളുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനം അതെങ്ങനെ എത്തരത്തിന് രാജേഷ് തുടങ്ങിയത്? ഒരു പ്രഘോഷണ രീതിയിലായിരുന്നു? അത് ഏത് രീതിയിലാണ് അവരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു പ്രവർത്തനം തുടങ്ങിയത്? ഇത് ഞങ്ങളെ സംബന്ധിച്ചും ഒരു വെല്ലുവിളിയായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം? കാരണം ഞങ്ങൾ മിഷന് പോകുന്നത് ഒരിക്കലും യുഗാണ്ടയിലേക്ക് ഞങ്ങൾക്ക് പോകണമെന്ന് ഉദ്ദേശിച്ച് പോയതല്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമ്മൾ മുമ്പ് കാണാത്തൊരു സ്ഥലം, ഈ പറഞ്ഞ പോലെ സാംസ്കാരികമായിട്ടും വിശ്വാസതലത്തിലും സുരക്ഷിതത്വം, അതിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളറിയുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വാസ്തവമാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ എങ്ങനൊരു മിഷൻ ആരംഭിക്കും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളിയായിരുന്നു. എനിക്ക് ഇവിടെ പറയാനുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരമെന്ന് വെച്ചാൽ, ഈ മിഷന് വേണ്ടി ഇറങ്ങിയ ആ ഒരു സമയം മുതൽ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ഒരു മിഷൻ ചിന്തകൾ, ഇപ്പോൾ ഞാനും വൈഫും മക്കളുടെ ഇടയിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ശക്തമായൊരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പരിശുദ്ധാത്മാവ് ആശ്രയിക്കാനും തുടക്ക ദിനങ്ങളിലൊക്കെ ഒത്തിരി നേരം പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിള്ളേർ സ്കൂൾ വിട്ട് വരുന്നത് വരെ, മീൻസ് ഇന്ന് മോർണിംഗ് 7 o'clock തൊട്ട് 4 മണി വരെയൊക്കെ മുഴുവൻ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും ഈശോയുടെ ആലോചന ചോദിക്കുകയും ചെയ്യുന്ന ദിനങ്ങളായിരുന്നു. എനിക്ക് പറയുകയാണെങ്കിൽ 6 മാസം. സത്യം പറഞ്ഞാൽ തുടക്കത്തിലെ കാത്തിരുന്ന് അല്ലെ, അയക്കപ്പെടുന്നത് വരെ കാത്തിരിക്കുന്നത് പോലെ പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് എന്താണ് പരിശുദ്ധാലയ ദൈവം ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നിലപാടായിരുന്നു. അവിടെ താമസമൊക്കെ അല്ലെങ്കിൽ താമസം തുടങ്ങിയതും അതൊക്കെ എങ്ങനെയാണ്? എവിടെയാണ് താമസം? നമ്മളെ സത്യത്തിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു ബിഷപ്പാണ്. വെസ്റ്റേൺ റീജിയൻ, ഉഗാണ്ടയുടെ വെസ്റ്റേൺ റീജിയൻ മീൻസ് കോങ്കോയോട് ചേർന്ന് കിടക്കുന്ന, കോങ്കോ ആണ് നൈബർ കൺട്രി, അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡയസിസാണ് പോർട്ട് ഫോർട്ടിൽ. അവിടെയുള്ള പോർട്ട് ഫോർട്ട് ഡയസിൻ്റെ പിതാവാണ് ബിഷപ്പ് റോബർട്ട് മുഹീറുവ ആണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന, ഒരു മിഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നതും. അപ്പോൾ വീട്, ഞങ്ങൾ താമസിക്കുന്ന വീടും ഞങ്ങൾ കണ്ടെത്തിയതാണ്. ഞങ്ങൾ കരുതി ഞങ്ങൾ ചെല്ലുമ്പോൾ ബിഷപ്പ് നമുക്ക് വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ അത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെ ചെല്ലുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വീട് നമ്മളിനി കണ്ടെത്തണം. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു മിഷണറിയെ സംബന്ധിച്ചോളം ഒരു ട്രൂ മിഷൻ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാൻ, ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാനും കർത്താവ് എവിടേക്ക് വിളിക്കുന്നു, എവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രമീകരണം ആരും സഹായിച്ചില്ലേലും സഹായിച്ചാലും അവിടെയൊക്കെ നമുക്ക് കാണാൻ. ചുരുക്കി പറഞ്ഞാൽ മുൻകൂട്ടി ഒരുക്കപ്പെട്ട യാതൊരു സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല ഒരിക്കലും. എല്ലാം നമ്മള് തുടക്കം മുതലേ തുടക്കം മുതലേ തുടങ്ങിയെന്ന് പറഞ്ഞു. പ്രഘോഷണമായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി 1-2-3 മാസത്തിനകത്ത് നമ്മൾ അവരോട് ചോദിച്ചു, വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദ കാത്തലിക് ചർച്ച്? നിങ്ങൾ എന്താണ് കത്തോലിക്ക സഭയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെറുപ്പക്കാർ വിശ്വാസത്തിലേക്ക് വരുന്നില്ല? അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ചില കൺസേൺ, വി ഡോണ്ട് ഹാവ് ഇനഫ് വിറ്റ്നസിങ് ലീഡേഴ്സ് ഇൻ ദ ചർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ലീഡർഷിപ്പോ ചോദിച്ചതിനകത്തില്ല, സംസാരിക്കുന്നവരില്ല. ഇതാണ് അവർ പ്രധാനമായിട്ടും സൂചിപ്പിച്ചൊരു ഘടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു മിഷനകത്ത് നമ്മളുടെ മിഷൻ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തന്നു, ഒരു ജീവിക്കുന്ന മനുഷ്യരാകുക എന്നുള്ളതാണ്. നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതല്ല. ഒരു കുടുംബമായിട്ട് പോകുമ്പോൾ വിറ്റ്നസിങ് ലൈഫ്, അതിനുള്ളൊരു സാധ്യത എവിടെയാണോ? വീട്ടിലായിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ നേരത്തെ സംസാരിക്കേണ്ട ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ച് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം നമ്മളോട് ഇതാണ്, ഹൗ ക്യാൻ യു ലിവ് വിത്ത് വൺ പേഴ്സൺ ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ്? അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നുള്ളത് ഒരു നടപ്പായ കാര്യമല്ല, ചിന്തിക്കാൻ പറ്റാം. അപ്പോൾ അതുകൊണ്ടാണ് അവരൊരു എക്സ്ക്യൂസ് എന്ന നിലയിൽ ഈ പ്രസവിച്ചതിന് ശേഷം കല്യാണം കഴിക്കാൻ ആലോചിക്കാം, അങ്ങനെ കുറേ പേര് പ്രസവിപ്പിക്കുകയും ആരെയും കല്യാണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഫാമിലി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച്, അപ്പോൾ അതുകൊണ്ട് സത്യത്തിലെ അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ളിടത്ത് 10 വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുകയും 4-5 മക്കള് ആ സമയത്ത് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അവർ കണ്ട ആദ്യത്തെ അത്ഭുതം ഇതാണ്, ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു. മാത്രമല്ല നമ്മൾ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു, ഒരുമിച്ച് മക്കളെത്തും. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പോകുന്ന കപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയൊരു കാഴ്ചയാണ്. കാരണം ഇത്തരത്തിലുള്ള
ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ താമസമില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നില്ല. അപ്പൊ ആദ്യം അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് ഈ തരത്തിലുള്ള അപ്പോൾ ഇതാണ് അവർ ആദ്യം ചിന്തിപ്പിച്ചത്. എന്ത് മനോഹരമായിരിക്കുന്നു ഒരു കുടുംബം ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വരാനും നമ്മളെ വിഷ് ചെയ്യാനും നമ്മളവിടെ പോകാനും അത് നമുക്ക് വലിയൊരു ടൂളായിരുന്നു. നമ്മൾ ആദ്യം ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. പള്ളികളിലൊക്കെ പോകുമ്പോൾ അവരെ യൂത്തിനെ കാണുമ്പോൾ ചിരിക്കും, അവരെ വെൽക്കമിങ് ചെയ്യും, അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള ആയിരുന്നിരിക്കണം. ഞങ്ങൾ എപ്പോഴും അവരോട് ചോദിച്ചാൽ അവർ പറയും ഇറ്റ് വാസ് മാരേജ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് മോസസും സൗമ്യയും ഒരു ലൈഫിൽ നിന്നാണ്. ചോദിക്കട്ടെ, ഇങ്ങനെ പരിചിതമില്ലാത്ത നാട്, അവിടെയൊക്കെ ഈ ചെറുപ്പക്കാരെ അവരുടെ ഒരു ആത്മീയ സ്ഥിതിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുക, വീട്ടിലേക്ക് അവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് എങ്ങനെ അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും നമുക്ക്? അത് ചോദിച്ചത് വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ആഫ്രിക്കക്കാരെ കുറിച്ച് അവർക്ക് തന്നെയുള്ള ഒരു അറിവ്, ദേ ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ, അവരൊരിക്കലും വിശ്വസ്തരല്ല. ഏത് സമയത്തും ഇവർ കളവോ അതുപോലുള്ള മറ്റ് പല കാര്യങ്ങളിലൂടെ കബളിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു മിഷനകത്തും അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഒത്തിരി മിഷണറിമാരെ കണ്ടിട്ടുണ്ട് മോസസ്. ഞങ്ങൾ സത്യമായിട്ടും വീട്ടിലേക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് തൻ്റെ വീട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണം ഞങ്ങൾക്ക് തരികയും തങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ കുട്ടികൾക്കായാലും അങ്ങനത്തെ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന മനസ്സോടുകൂടെ ഒരു ഓപ്പൺ ഹാർട്ടോടുകൂടെ ഞങ്ങൾക്ക് നൽകിയ ഒരു പക്ഷേ ഉഗാണ്ടയിലെ ആദ്യത്തെ ഒരു ആളുകളായിരിക്കാം നിങ്ങളെന്ന് പലപ്പോഴും അവർ കൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ ഞങ്ങൾക്ക് ആകെ 2 റൂമേ ഉള്ളൂ. 2 റൂമും ഒരു കുഞ്ഞൊരു ഹാള്, ഒരു ഒരു കിച്ചൺ, അത്രയും ചെറിയ ഒരു സംവിധാനത്തോടും ഒരു മിഷൻ്റെ ഒരു പോവർട്ടി ഞങ്ങളൊരു നിർബന്ധമായിരുന്നു അത്തരത്തിലുള്ള. പിന്നെ ഒരു മിഷൻ, അവിടെയുള്ള മിഷണറീസൊക്കെ ആണെങ്കിലും പോലും ഒരു ലക്ഷൂറിയസ് മിഷനിൻ്റെ ഒരു സ്ലേവ്നെസ് അവരൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടപ്പോൾ അവർ കണ്ടു ആഡംബര കാറുകളില്ല, സെക്യൂരിറ്റി മതിലുകളില്ല, സ്വന്തമായിട്ട് കരുതി വയ്ക്കാൻ എടുത്തു വയ്ക്കാൻ റൂമുകളിലോ ഒന്നും പ്രത്യേക സാധനങ്ങളില്ല. വളരെ ഓപ്പണായിട്ട് വളരെ തുറവിയുള്ള ഈ ഒരു വീട് തന്നെ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രേരണയായിരുന്നു. കാരണം ഈ CCCയിലൊക്കെ പറയുന്ന പോലെ 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കുടുംബം ഒരു ഗാർഹിക സഭയാണ് എന്ന് പറഞ്ഞ് കാത്തലിക് ചേർച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളുടെ ഭവനങ്ങൾ തുറന്നു കൊടുക്കുക, അവിശ്വാസികൾക്കും താല്പര്യമുള്ളവർ ക്രിസ്തുവിനെ അറിയാനായിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങൾ തുറന്നു കൊടുത്തുകൂടാ? രാജേഷിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ യുഗാണ്ടയിൽ രാജേഷ് ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളും പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ അറിയുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ രാജേഷ് അവിടെ ചെയ്ത എന്തൊക്കെ പ്രോഗ്രാമുകളാണ്, യുവജനങ്ങളുടെ ഇടയിൽ ചെയ്ത എന്തൊക്കെ പ്രോഗ്രാമുകളായിരുന്നു, അതിൻ്റെ ഒരു വിവരണം തരാമോ? ഞങ്ങൾ ഈ ഫോർട്ട് ഡയസിസിനകത്ത് താമസിച്ചത് 2 വർഷമാണ്. അവിടെ 2 വർഷം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ തുടങ്ങിയ ആദ്യത്തെ ഞങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിലൊരു പ്രയർ ഗ്രൂപ്പ് ഒരു മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു വീട്ടിലൊരു പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. തേഴ്സ്ഡേസ്. അപ്പോൾ പുറമെ ആളുകൾ വരികയെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പോയിട്ട് ഈ പള്ളിയിൽ കാണുന്ന ആളുകളെയും റോഡിൽ പരിചയപ്പെടുന്ന ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരെ ഈ വ്യാഴാഴ്ചകളിലെ പ്രയർ ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ്. അപ്പോൾ അന്ന് പലരും മാറി വരും. സ്ഥിരമായിട്ടൊരു ആളുകളൊന്നുമല്ല. അപ്പോൾ ഇന്ന് വന്ന ആളുകൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ എങ്കിലും 4-5 ആളുകളെ ദൈവം അങ്ങനെയൊന്നും കൊണ്ടുവരുമായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയിലും കൊണ്ടുവരുമായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഒരു റിട്രീറ്റ് ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടി നഴ്സിംഗ് സ്കൂളിൽ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ യൂത്ത് ചാപ്ലിൻ ഫാദർ സ്താഷിനെയും സിസ്റ്റർ സെവറിനെയും കണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുകയും അവർ ഒത്തിരി സപ്പോർട്ടീവായിട്ടുള്ള ആളുകളായിരുന്നു. 2 പേരും കരിസ്മാറ്റിക്കുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഒരു പൊതു പരിപാടി ആദ്യമായിട്ട് നടത്തുന്നത് ഈ നഴ്സസിനുള്ള തീർച്ചയായിട്ടും അത് ഞാൻ സൗമ്യ ഈ പറഞ്ഞ പോലെ എന്നെക്കാളും പരിതാപകരമാണ്. അവളുടെ ഒരു ലാംഗ്വേജ് ക്ലാരിറ്റി ഇല്ലാത്തതും ഞാനും വലിയ വ്യത്യാസമൊന്നുമില്ല. അന്നേരം ഞങ്ങളുടെ കൂടെ ഒരു ഫുൾ ടൈമർ ഉണ്ടായിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് ജസീക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫുൾ ടൈമറാണ് യുഗാണ്ടയ്ക്ക് വരുന്ന ഫസ്റ്റ് ഫുൾ ടൈമറാണ് ജസീക പെരേര. ജസീക്കയുടെ സഹായത്തോടെയും ഞാനും ജസീക്കയും ചേർന്ന് നടത്തുന്ന ഫസ്റ്റ് റിട്രീറ്റാണ് ഞങ്ങൾ യുഗാണ്ടയിൽ വെച്ച് നടത്തുന്ന ആദ്യത്തെ ഞങ്ങളുടെ ഫാമിലി ചെയ്യുന്ന ആദ്യത്തെ ഒരു റിട്രീറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാം ഈ പ്രയർ ഗ്രൂപ്പ് വിട്ടിട്ട്.
20 പേരാണ് അതിനകത്ത് പങ്കെടുത്തത്. പിന്നെ അവിടെ പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനത് സഹായിച്ചു. തുടർന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു വർഷം നമ്മളൊരു 10-30 പ്രോഗ്രാംസ് എങ്കിലും വിവിധ തരത്തിലുള്ള യുവജനങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ സ്കൂളുകൾ, സീനിയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള ചെറുപ്പക്കാർക്ക് റിജോയ്സ് 2013 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, വീണ്ടും പാരിഷ് ലീഡേഴ്സിന് വേണ്ടി ഒരു പ്രോഗ്രാം, ഒരു റിട്രീറ്റ്, ന്യൂ ലൈഫ് എന്ന് പറയുന്ന അത്തരം ഒരു പ്രോഗ്രാം. പിന്നീട് ഈ സീനിയർ സെക്കൻഡറി സ്കൂൾ, അതാണ് അവിടുത്തെ ക്യാമ്പസുകൾ. പിന്നെ സീനിയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞാൽ പോകുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നഴ്സിങ്ങിൻ്റെ വീണ്ടും അതിലത്തെ റീച്ച് ഔട്ടുകൾ, യൂണിവേഴ്സിറ്റി റീച്ച് ഔട്ടുകൾ, ഇങ്ങനെ പലതരത്തിലായിട്ട് 10-30 പ്രോഗ്രാമുകൾ ചെയ്യുകയും 2014 അവസാനത്തോടുകൂടെ നമ്മൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള ജീസസ് യൂത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മകളിലൂടെ ഞങ്ങൾ കടന്നില്ല. അതിനിടയിൽ പല സ്കൂളുകളിലും നമ്മൾ പോകുന്നു, എക്സ്പോഷർ പ്രോഗ്രാമുകൾ ചെയ്യുന്നു, 1 hour പ്രോഗ്രാം, പല സ്കൂളും പെർമിഷൻ ചോദിക്കുന്നു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഫാസ്റ്റായി മിഷൻ. ഈ സ്റ്റേ പ്രോഗ്രാം മാത്രമല്ല, ഈ എക്സ്പോഷർ ഇപ്പോൾ 1 hour ഹാഫ് ഡേയോ അങ്ങനെ പല സ്കൂളുകളിലും പോകാൻ ആ സമയത്തൊക്കെ പറ്റി. അങ്ങനെ എത്ര പേരും നമ്മൾക്കുണ്ടാവും. അന്ന് ഉണ്ടായിരുന്ന കുറച്ച് ചെറുപ്പക്കാർ പറഞ്ഞു നമുക്ക് ഒരു 10-400 പേരെങ്കിലും 600 പേരെങ്കിലും നമുക്ക് ഒരു റീച്ച് ഔട്ട് നടന്നു കാണും. അപ്പോൾ അത് ഒന്ന് അറിയാനായിട്ട് എത്ര യൂത്ത് വരുമെന്ന് മനസ്സിലാക്കാൻ ജീസസ് യൂത്ത് ഈ തരത്തിലുള്ള പ്രോഗ്രാമുകൾ കടന്നുപോയ ചെറുപ്പക്കാരെ മാത്രം സംബന്ധിപ്പിച്ച് നമ്മൾ നടത്തിയ പ്രോഗ്രാമായിരുന്നു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ 2014. അപ്പോൾ ഒരു വർഷത്തിൽ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രോഗ്രാം വീതം, ഒരു ഇനീഷ്യൽ പ്രോഗ്രാം എന്ന രീതിയിൽ റീച്ച് ഔട്ട് ചെയ്തിരുന്നു അവിടെ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. 2013 നമ്മളത് ചെയ്തു. കാരണം ഞങ്ങൾ അവിടെ എത്തുന്നത് സെപ്റ്റംബർ 27-നാണ്. 2012 സെപ്റ്റംബർ 27-നാണ് ഞങ്ങൾ ഉഗാണ്ടയിൽ എത്തുന്നത്. സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് 2013 ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ചെയ്തു. അവിടെ വന്നത് നമുക്കൊരു 30-35 പേരാണെങ്കിൽ 2014 ആകുമ്പോഴേക്കും നമുക്ക് അത്തരം ഒരു ഗ്യാതറിങ്ങിന്, ഒരു 1 day ഗ്യാതറിങ്ങിന് വന്നത് യുഗാണ്ടയുടെ നാഷണൽ യൂത്ത് ചാപ്ലിൻ അടക്കമുള്ള ഫുട്ബോൾ ഡയസസിൻ്റെ യൂത്ത് ചാപ്ലിൻ ഉൾപ്പെടെ ബിഷപ്പും ഉൾപ്പെടെ നമുക്ക് വന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 600 പേരെ നമ്മൾ ടാർഗറ്റ് ചെയ്തു. 400 പേരുടെ ഒരു കളർഫുൾ ഗ്യാതറിങ് ആയിരുന്നു 2014. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയ ഈ പ്രോഗ്രാമിൽ ധാരാളം യുവജനങ്ങൾ പങ്കെടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരൊക്കെ ഒരു ലീഡർഷിപ്പിൻ്റെ ലെവലിലേക്ക് വളരുന്നൊരു സ്ഥിതി ഉണ്ടായോ, അല്ലെങ്കിൽ ലീഡർഷിപ്പിലേക്ക് അവരെ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള ഒത്തിരി ഗ്യാതറിങ്, ഫോർ എക്സാമ്പിൾ ഞങ്ങൾ വീണ്ടും ഈ വീട്ടിലെ പ്രയർ ഗ്രൂപ്പ് പിന്നീട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു, ഇടവകയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അത് നിർത്തലാക്കി. പിന്നീട് ലീഡേഴ്സിന് വേണ്ടി മാത്രം ഗ്യാദർ ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ നൈറ്റ് വിജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും 2013-ലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് ചെയ്യുന്നത്. ഒരു 20ഓളം യുഗാണ്ടൻസ്, ബോയ്സ് ആൻഡ് ഗേൾസ് 2 പേരും വരും. ഇവരൊരു ഞങ്ങളുടെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12-1 മണി വരെ പോകുന്ന നൈറ്റ് വിജിലുകൾ 2013 മുതൽ നമ്മൾ തുടങ്ങി എന്നുള്ളത് നമ്മുടെ മിഷനൊരു വലിയൊരു തുടക്കമായിരുന്നു. അവിടെ അവർ ഇത് പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുന്നത് താമസിക്കാം. ഗേൾസിന് നമ്മൾ ഞാൻ സൂചിപ്പിച്ച ഒരു റൂം കൊടുക്കുകയും ബോയ്സിനെ ഹാളിൽ താമസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നൈറ്റ് വിജിലിൽ നമുക്ക് ഈ മുഴുവൻ സമയം ഫുൾ ടൈമേഴ്സ് എന്ന രീതിയിൽ ഇപ്പോൾ യുഗാണ്ടയിൽ നിന്നും ട്രെയിനിങ് കഴിഞ്ഞതായിട്ട് അറിഞ്ഞു. അപ്പം മുഴുവൻ സമയവും ഒരു വർഷം മുഴുവനും കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്ന യുഗാണ്ടൻ അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇതിനകം എത്ര പേര് അതിൽ പങ്കെടുത്തു? നമ്മൾ ടാർഗറ്റ് ചെയ്ത് എല്ലാം കൂടി ഒരു 45 പേരായിരുന്നു നമ്മുടെ ടാർഗറ്റ്. എല്ലാം കൂടി മീൻസ് ഫുൾ ടൈമേഴ്സ്, ആനിമേറ്റേഴ്സ്, മീൻസ് ദോസ് ഹു ആർ പ്രീസ്റ്റ് ആൻഡ് ഓൾ, അങ്ങനെയുള്ള ആളുകൾ, ലേ പീപ്പിൾ ഉൾപ്പെടുന്ന മിനിസ്ട്രിയെ സഹായിക്കാൻ പറ്റുന്ന മുതിർന്നവരായിട്ടുള്ള ആളുകൾ, പിന്നെ എക്സ്പോഷറിന് വരുന്ന ജീസസ് എന്താണെന്ന് അറിയാനായിട്ട് ഒരു 10 ദിവസം ട്രെയിനിങ്ങിന് 3 ട്രെയിനിങ് കൂടി നമുക്ക് 45 പേര് അതിൽ വന്നു. ഫുൾ ടൈമേഴ്സിനകത്ത് വന്നത് 17 പേരാണ്. 17 പേരിനകത്ത് 4 സെമിനാരിയൻസ് ഉണ്ടായിരുന്നു, 5 ഗേൾസും 7 ബോയ്സും ഉൾപ്പെടെ ഒരു ഇന്ത്യൻ, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പെൺകൊച്ചും പാലായിൽ നിന്നുണ്ടായിരുന്നു. ഒരു വർഷം ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നു. അവരെ നമ്മൾ ഈസ്റ്റ് തിമോറിലേക്ക് പ്ലേസ് ചെയ്തു. അങ്ങനെ 17 പേരുടെ ഒരു ട്രെയിനിങ് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതിൽ മിക്കവരെയും ഈ ഒരു കേരളത്തിൽ വന്ന പെൺകൊച്ച് ഒഴികെ ബാക്കി ഈ സെമിനാരിയൻസും ഒഴികെ ബാക്കി എല്ലാവരെയും 6 ഡയസിസുകളിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഈ 2 പേരായി പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതാണ് നമുക്ക് ഇപ്പോൾ നടന്നിരിക്കുന്ന. അപ്പോൾ ഈ ഫുൾ ടൈമേഴ്സ്, ആഫ്രിക്കൻ ഫുൾ ടൈമേഴ്സ്, ഇത് യുഗാണ്ടയ്ക്ക് വേണ്ടി മാത്രമല്ല, എൻറ്റയർ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിന് വേണ്ടി ആഫ്രിക്കൻ കോണ്ടസ്റ്റോട് കൂടെ നമ്മുടെ ഒരു കാരണവശാലും നമ്മുടെ ഒരു രീതിയിലല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ അവർക്ക് അവരുടേതായ ഒരു കൾച്ചറുണ്ട്, സംസ്കാരമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. അവരെ സ്വാധീനിക്കുന്ന, അവരെ തൊടുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് മോഡുലേഷൻ. പക്ഷേ ഈ ഇത്തരം വലിയ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണം ചെയ്തിരുന്നത്? പ്രോഗ്രാമുകൾക്കൊന്ന് ചിലവിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് ലക്ഷ്യം മാനേജ് ചെയ്തിരുന്നത്? അവിടെ
നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ചെയ്തിരുന്ന സാമ്പത്തിക മേഖല എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ചലഞ്ച്. ഈ പറഞ്ഞ പോലെ ലിവിങ് കോസ്റ്റ് ഇന്ത്യയൊക്കെ കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. നമുക്കിവിടെ പലതും കിട്ടുന്ന ആ ഒരു മൂല്യമല്ല പൈസയ്ക്കുള്ളത്. പങ്കെടുപ്പ് വലിയൊരു ചിലവ് വരുന്നൊരു മിഷൻ തന്നെയാണ്. അപ്പം അത്തരം ഒരു ചിലവ് എടുക്കുന്ന ഒരു മിഷനകത്ത് ഒരു ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ വളരെ ബഡ്ജറ്റ് വളരെ വളരെ താഴ്ന്ന തോതിൽ, മീൻസ് എങ്ങനെ നമുക്ക് വളരെ ഇപ്പോൾ എനിക്കിപ്പോൾ പറയാൻ കഴിയും, ബ്രെഡും ചായയും വെച്ച് ഞങ്ങൾ 3 ദിവസത്തെ ഒരു പ്രോഗ്രാം, ഒരു റിട്രീറ്റ്, ബ്രെഡും കാപ്പിയും രാവിലെ, ഉച്ചയ്ക്ക് ബ്രെഡും ഓംലെറ്റും കാപ്പി, വൈകുന്നേരം വീണ്ടും ബ്രെഡും കാപ്പി, ഇങ്ങനെ വെച്ചു 2 ദിവസത്തെ പ്രോഗ്രാം. ഒരു 30 പേർക്ക് കബാലെ എന്ന് പറയുന്നത് ഒരു വെസ്റ്റ് നോർത്ത് എൻഡിൽ വരുന്നൊരു ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണ്. കബാലെ എന്ന് പറയുന്ന കല്ലുകളെയാണ് സൂചിപ്പിക്കുന്നത്. നിറയെ കല്ലുകളുള്ള ഒരു സ്ഥലമാണ് കബാലെ ഡയസിസ്. റവാണ്ട എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നൈബർ കൺട്രിയായിട്ട് ബോർഡറായിട്ട് കബാലെ വരും. അവിടെ ഫാദർ മാരിയൂസ് യൂച്ചാപ്ലൻ ആയിരുന്നു. അച്ഛൻ പറഞ്ഞൊരു കാര്യം, മോസസേ, വി ലേൺഡ് വൺ തിങ് ഫ്രം യു, ഹൗ വി ക്യാൻ കണ്ടക്ട് എ പ്രോഗ്രാം വിത്ത് എ ലിമിറ്റഡ് ബഡ്ജറ്റ്. So it's a pleasure for the Jesus Youth Ministry to work with them, informing them, form new ideas, correct some errors, and also commit the journalists or maybe the media fraternity to the right cause for society, especially today when there are so many things not right. രാജേഷ്, ഈ ഉഗാണ്ടയിൽ ഈ മിഷൻ ചെയ്യാനായിട്ട് രാജേഷ് പോയി കേരളത്തിൽ നിന്ന്. ഈ ഉഗാണ്ടൻ മിഷൻ ചെയ്തപ്പോൾ ഫാമിലി ആയിട്ട് സൗമ്യമായിട്ട് ഈ ഉഗാണ്ടൻ മിഷൻ ചെയ്തപ്പോൾ നിങ്ങൾ എന്തൊക്കെ വെല്ലുവിളികളാണ് സത്യത്തിൽ അവിടെ നേരിട്ടത്? ഈ ഒരു ചോദ്യം ജോജോ വളരെ ബാലിശമായ ചോദ്യമാണ്. കാരണം ഏത് മിഷനാണ് വെല്ലുവിളി കൂടാതെ നമുക്ക് മിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, തോമസ് ലീഹ കേരളത്തിലേക്ക് വന്നു. അത് ഒരു വെല്ലുവിളിയായിരുന്നു തോമസ് ലീയെ കുറിച്ച്. എല്ലാ മിഷനും വെല്ലുവിളിയാണ്. എല്ലാ മിഷനകത്തും വെല്ലുവിളികളുണ്ട്. അത് ഇന്ത്യയിൽ ചെയ്യുന്നവരായാലും കേരളത്തിൽ ചെയ്യുന്നതായാലും ആഫ്രിക്കയിൽ ചെയ്യുന്നതായാലും. അപ്പോൾ എനിക്ക് തോന്നുന്നു വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു ആകുലതയല്ല ഒരു മിഷണറിക്ക് വേണ്ടത്. ഒരു മിഷണറി എന്ന് പറയുമ്പോൾ ആ വെല്ലുവിളികളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു വഴി കാണിച്ചു തരും. അതാണല്ലോ ദൈവവചനം പറയുന്നത്. നിങ്ങൾ എന്ത് മറുപടി പറയുമെന്നതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇങ്ങനെയാണ് ഞാൻ എല്ലാ വെല്ലുവിളികളിൽ നിന്നും, അവിടെ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. യാത്രയുടെ സമയത്ത്, ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത്, ഈവൻ നമ്മൾ ഒരു മിഷൻ ചെയ്യുമ്പോൾ സഭയുടെ ഭാഗത്തു നിന്ന് ഒരു വെല്ലുവിളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെല്ലുവിളികളാണ്. അപ്പോൾ ഇതൊക്കെ വിവേകപൂർവ്വം തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും ആ ഒരു കൺവിക്ഷനും കിട്ടുന്നവരെയാണ് നമ്മൾ മിഷൻ എന്നും മിഷണറി എന്നും വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം മിഷനുകൾക്ക് വെല്ലുവിളികൾ ഉണ്ടാവും. ആ വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള വലിയ കൃപയും ഈ ഒരു തീരുമാനത്തിന്റെ പുറത്ത് ദൈവം നൽകും. കിട്ടി എന്നുള്ളതാണ്, കിട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു 3 വർഷക്കാലത്തെ 2012 മുതൽ 15 അവസാനം വരെയുള്ള മിഷനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ള ഏക ദൈവാനുഭവം. വേറെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുടുംബമായിട്ട് മിഷൻ ചെയ്യുന്ന സമയത്ത് മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കൺസേൺ, അല്ലെങ്കിൽ സാമ്പത്തികം, അത്രയും കാര്യങ്ങൾ, സാമ്പത്തിക, കാരണം കുടുംബമായിട്ട് ഇവിടുന്ന് മാറി നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഒരു വിദ്യാഭ്യാസം, ഈ തരം കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു ചിന്ത? എന്തായിരുന്നു? ഇതും വളരെ ബാലിശമല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം നമുക്കറിയാം, സുവിശേഷ പ്രഘോഷണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന പലരുടെയും കുടുംബങ്ങളിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സീരിയസ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ വന്ന ഡിസ്കഷൻ ആയിരുന്നു, പ്രഘോഷകരുടെ മക്കൾ ഒരു കാരണവശാലും പ്രഘോഷകരാകുന്നില്ല എന്നുള്ളത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും അവർ ആ ഒരു സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ഉത്തരം, അവർ ഈ അപ്പനോ അമ്മയോ ചെയ്യുന്ന സുവിശേഷവൽക്കരണ പ്രവർത്തനം കാണാനോ അനുഭവിക്കാനോ അവർ കഴിയുന്നില്ല. അതായത് അവർ ഫാമിലിയായിട്ടോ കുടുംബമായിട്ടോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അങ്ങനെ കാണുന്നില്ല. അതാണ് അതിൻ്റെ ഉത്തരം. കാരണം ഒരു ഫാമിലി ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് മക്കൾ കാണുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ, എൻ്റെ മകൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ യുഗാണ്ടയിൽ അവൾ വന്നതിനോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും എക്സ്കേഷന് പോവാണ് സ്കൂളിൽ നിന്ന്, എനിക്കും നിർബന്ധമായിട്ടും എക്സ്കേഷന് പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടെയാണ് അവർ പോകുന്നത്? അവർ പറഞ്ഞു ഇവിടെ ഒരു 10, 15, 20 കിലോമീറ്റർ അടുത്താണ്. ഞാൻ പറഞ്ഞു, മകളെ നമുക്ക് ഒരുമിച്ച് കുടുംബമായിട്ട് പോവാം. കാരണം വി ആർ നോട്ട് ഹിയർ ടു
Enjoy, entertainment or any other enjoyment. This is our mission. ഇതാണ് നീ അവർക്ക് പറയേണ്ട കാര്യം. അവൾക്ക് അവർ ഒറ്റ ഉത്തരത്തിൽ അവൾ പിന്നീട് ചോദ്യം ചോദിച്ചില്ല. അവർ തിരിച്ചു പോയി ടീച്ചറെ കണ്ടു പറഞ്ഞു, വി ആർ നോട്ട് ഫോർ entertainment or enjoyment, we are missionaries. ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞു. അതെ, ഇത് എന്തുകൊണ്ടാണെങ്കിൽ ഇത് ഫാമിലി ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് മക്കൾക്ക് വളരെ കൃത്യമായിട്ട് കൺവിക്ഷൻ കിട്ടുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഫാമിലി ഒരു കൺസേൺ ആണ്. ഇത് കേൾക്കുന്ന തീർച്ചയായിട്ടും സുവിശേഷ പ്രഘോഷകരും പ്രവർത്തകരും ഇത്തരം ഒരു കൺസേൺ കാര്യമായി എടുക്കുക. ഞാൻ പറയുന്നത് ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പായി പോകുക എന്നുള്ളതല്ല, മറിച്ച് വല്ലപ്പോഴെങ്കിലും അവർക്കിത് കാണാനുള്ളൊരു അവസരം കൊടുക്കുക. എൻ്റെ അപ്പൻ എന്ത് സുവിശേഷമാണ് പറയുന്നത്, ജീവിതഗന്ധിയായ സുവിശേഷമാണോ അതോ ഒരു ഉപരിപ്ലവമായി പെരിഫറലാണോ? അപ്പോൾ ഇത് കാണാനായിട്ട് കുടുംബത്തിന് ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് എന്താണ് ഇതിന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴും അവരുടെ വിദ്യാഭ്യാസത്തിന് സാധ്യതകളുണ്ട് അല്ലേ? ഒത്തിരി സാധ്യതകളുണ്ട് എല്ലാ സ്ഥലത്തും. ഞാൻ പറയട്ടെ, ആഫ്രിക്കയിലും ഹയർ ക്ലാസ് ആളുകളും ഏറ്റവും അവിടെ 2 ക്ലാസ് ആളുകളേ ഉള്ളൂ ആഫ്രിക്കയിൽ. ഒന്ന് ബിലോ ആവറേജും ഒന്ന് എബവ് ആവറേജും. അവിടെ നമ്മളെ പോലെ ഇടനിലക്കാരില്ല, അധികമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സാണ് ഞാൻ എങ്ങനെ പോകണം. ഒരു മിഷണറി ഡിസൈഡ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനോട് കൂടിയായിരിക്കേണ്ട കാര്യമാണ്. ഞാൻ മിഷന് പോകുന്ന വിദ്യാഭ്യാസം ഉറപ്പാക്കാനാണോ അതോ കർത്താവിൻ്റെ പണി ചെയ്യാനാണോ? അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പൊതുവായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കേൾവിക്കാരിലും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കേണ്ട ഒരു ഡിസേൺമെന്റ് ആണ്. വാട്ട് ഈസ് മൈ ചോയ്സ് എന്താണ്, എൻ്റെ ചോയ്സ് എന്താണ്? അതായത് ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ പിറകോട്ട് നോക്കുന്നതിൽ അർത്ഥമില്ല. പിറകോട്ട് പോകാത്ത രീതിയിലുള്ള ഒരു മിഷൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നു, സഭ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കറിയാം, ഇത് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുന്നത് വരെ ഈ ഒരു സുവിശേഷവൽക്കരണ പ്രക്രിയ സഭയിലും ഈ ലോകത്ത് തുടരേണ്ടിയിരിക്കുന്നു. വളരെ കൃത്യമാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഒരു തുടർ പ്രക്രിയയാണ്, ഒരിക്കലും ഒരു ഇടനില വിളയല്ല. അല്ലെങ്കിൽ ഇടനിലയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ചെയ്ത് തീർക്കേണ്ട, പിന്നീട് ഞാൻ വിശ്രമിക്കേണ്ട അല്ലെങ്കിൽ ഇതിനോടൊക്കെ മാറി നിൽക്കേണ്ട ഒരു പ്രക്രിയയല്ല സുവിശേഷവൽക്കരണ പ്രക്രിയ. ഏതാണ്ട് 3 വർഷത്തോളം ഉഗാണ്ടയിൽ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തു. അവിടെ ഏതാണ്ട് ഒരു കംഫർട്ടബിളായി, നല്ലൊരു സൗകര്യങ്ങളും അത്തരം ചെയ്യാനുള്ള ഒരു സ്മൂത്ത്നെസ് വന്നു. ഈ സമയത്ത് വീണ്ടും അവിടെ നിന്ന് ബ്രേക്ക് എടുത്ത് വന്ന് പുതിയൊരു സ്ഥലം എന്നൊരു ഓപ്ഷൻ എടുക്കാൻ എന്താണ് കാരണം? പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് കാരണം? സത്യത്തിൽ ഞങ്ങളൊരു തുടർ പ്രക്രിയയാക്കാൻ പോയ ആളുകളല്ല. ഞങ്ങൾക്ക് ഇത്തരം കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നത്, ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു 3 വർഷത്തെ ഒരു മിഷൻ എക്സ്പെരിമെൻ്റൽ ലൈഫായിരുന്നു ഞങ്ങൾ എടുത്തതും ഞങ്ങൾ സ്വപ്നം കണ്ടതും. പക്ഷേ ഈ പറഞ്ഞ 2 വർഷത്തിന് ശേഷം വളരെ സ്വാഭാവികമായിട്ട് തന്നെ 2 വർഷം വരെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും ഇല്ല. 2 വർഷം കഴിഞ്ഞ് 2013-14 കഴിഞ്ഞ് 2015 ഞങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നു. മോസസും കുടുംബത്തിനും ഒരു ടേമും കൂടി ഇതുപോലെ മുഴുവൻ സമയ സുവിശേഷവൽക്കരണത്തിലേക്ക് ഞങ്ങൾക്കൊരു ഉറപ്പ്, ഒരു കൺവിക്ഷൻ. ഞാൻ സൂചിപ്പിച്ചു, കൺവിക്ഷനാണ് പ്രധാനം. ഈ കൺവിക്ഷൻ എവിടെ വെച്ച് നമുക്ക് നഷ്ടപ്പെടുന്നുവോ അപ്പം നിർത്തേണ്ടതാണ് മിഷൻ. പിന്നെ ഞാൻ പലപ്പോഴും ചെറിയാച്ചനെ ഇവിടെ ഓർക്കുകയാണ് സ്നേഹത്തോടു കൂടി. ചെറിയാച്ചൻ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നാഷണൽ ആനിമേറ്ററായിരുന്നു. ഞാനും ചെറിയാച്ചൻ ഒത്തിരി യാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയാച്ചൻ പറയുന്ന വലിയൊരു വളരെ ബാലിശമായിട്ടോ വളരെ സ്നേഹപൂർവ്വമോ കൗതുകകരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീസസ് യൂത്ത് എന്ന് പറയുന്നത് ഭാരപ്പെട്ട് ചെയ്യേണ്ട ഒരു പണിയല്ല, ഒരു മിനിസ്ട്രി അല്ല. അത് സ്നേഹത്തോടെയും ഏറെ ആനന്ദത്തോടെയും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് എപ്പോൾ ഭാരമായിട്ട് നിങ്ങൾക്ക് ജീസസ് യൂത്ത് തോന്നുവോ നിങ്ങൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുകയും നിങ്ങളൊരു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും വേണം. അതിൽ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഭാരമാകുന്നിടത്ത് നിർത്തുന്നതിനപ്പുറത്ത് എപ്പോൾ കംഫർട്ടബിൾ ആകുന്നോ അപ്പോഴും അവിടെ നിർത്തണം. രണ്ടും ഇതിന് പരസ്പര പൂരകങ്ങളാണ്. എവിടെ ഭാരപ്പെടുന്നു അവിടെ നിർത്തണം, എവിടെ ഇത് കൂടുതൽ ഈസി ആകുന്നു അവിടെ നിർത്തണം. കാരണം ഇവിടെ പരിശുദ്ധാത്മാവിന് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, എന്തോ ഇതിനകത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്താനുണ്ട്. അതിനു വേണ്ടി ഒരു അവസരം പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ടത് വളരെ വളരെ ഏറെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം തന്നെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തിനു മുന്നിൽ മറ്റൊരു ചിന്തയും പ്രതിബന്ധമാവുകയില്ല. 3 വർഷം ഉഗാണ്ടയിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ അനുഭവങ്ങളുമായി ദൈവസ്വരത്തിന് കാതുകൊടുത്ത് ഇനിയൊരു 3 വർഷം ടാൻസാനിയയിലേക്ക് രാജേഷ് യാത്രയാവുകയാണ്. ഒപ്പം സൗമ്യയും 6 മക്കളും. മിഷനറിയാകും കുടുംബമേ സുവിശേഷത്തിൻ വാഹകരെ, മിഷനറിയാകും കുടുംബമേ സുവിശേഷത്തിൻ വാഹകരെ, ലോകം മുഴുവൻ നിങ്ങളുടെ മൊഴികൾക്കായി കൊതിക്കുന്നു, ലോകം മുഴുവൻ നിങ്ങളുടെ മൊഴികൾക്കായി കൊതിക്കുന്നു, ദൈവരാജ്യം പണിയാ
പണിയാൻ പക്വതയിൽ വളരാൻ സഭയെ പടുത്തിടാൻ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടാൻ പക്വതയിൽ വളരാൻ സഭയെ പടുത്തിടാൻ വചനമരുളും വഴിയിൽ നിന്നും നീതിയിൽ വളരാൻ വചനമരുളും വഴിയിൽ നിന്നും വിശുദ്ധിയിൽ വളരാൻ ദൈവരാജ്യം പണിയാൻ പക്വതയിൽ വളരാൻ സഭയെ പടുത്തിടാൻ ദൈവരാജ്യം പണിയാൻ പക്വതയിൽ വളരാൻ